മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ബാലചന്ദ്രനാണെങ്കിൽ അലീൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ ചോദിച്ചില്ലേ നിനക്കെന്താ ശരണ്യെ കാണുന്നതിന് കുഴപ്പം, എന്തുകൊണ്ടാണ് അവർ വിലക്കിയത്, നീ ചോദിച്ചില്ലേ? അപ്പോൾ അലീന പറയാണ്, ഞാൻ ചോദിച്ചപ്പം അവർ പറഞ്ഞത് നിൻ്റെ സഹായം ഇനി വേണ്ട, നീ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം, അതുകൊണ്ട് നീ ഇനി വരില്ലെന്നാ പറഞ്ഞതെന്ന് അലീന പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, എന്നാലും അവർക്കൊരു ദ്രോഹവും നീ ചെയ്തില്ലല്ലോ, അവളുടെ ആ ശരണ്യെ എണീപ്പിച്ച് കിടത്തി അവളുടെ മാനസിക നില ശരിയാക്കി കൊണ്ടുവന്നല്ല, നീ നല്ലത് മാത്രമല്ലേ ചെയ്തോളെന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, അച്ഛാ എനിക്ക് തോന്നുന്നത് അന്ന് ശരണ്യ എന്നോട് സത്യം പറഞ്ഞപ്പം ആ ഓമനക്കുട്ടൻ പരിസരത്ത് തന്നെ ചുറ്റി കറങ്ങി നടന്നതാണ്. ഇനി അവനങ്ങ് ചെന്ന് വീട്ടിൽ പറഞ്ഞു കാണും ശരണ്യ എന്നോട് സത്യം പറഞ്ഞ കാര്യം, അതായിരിക്കും ഇനി എന്നെ അങ്ങോട്ട് കയറ്റാതിരിക്കുന്നതെന്ന് പറയാണ്. അപ്പോഴേ ബാലേന്ദ്രന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, അവർക്കറിയാലോ സത്യം, പിന്നെ എന്തിനാ അവർ ശരണ്യ നിന്നോട് സത്യം പറയുന്നതിന് ദേഷിക്കേണ്ട കാര്യം എന്താ? അച്ഛാ അത് പുറത്ത് പറഞ്ഞിട്ടില്ലല്ലോ, അവർ രോഹിത്തിൻ്റെയും കൂടെ പേര് കുറ്റക്കാരനാണെന്നല്ലേ പറഞ്ഞേക്കുന്നതെന്ന് അലീന പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അവർക്ക് എന്താ വേണ്ടേ? നിരപരാധിയായ എൻ്റെ മോനെ കുറ്റക്കാരനാക്കണോ, അവൻ്റെ ചോര കുടിക്കണോ, എന്താ അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ അലീന പറയാണ്, അച്ഛാ ദേഷ്യപ്പെടാതെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താച്ചാ, അവൾ കോടതിയിൽ വരുമ്പോൾ സത്യം പറയുമായിരിക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, ശരണ്യ സത്യം പറയുമെന്നൊരു പ്രതീക്ഷിച്ച് നമ്മൾ കോടതി ചെല്ലുമ്പം എല്ലാവരും നിർബന്ധിക്കുന്നതുകൊണ്ട് ആ കുട്ടി സത്യം പറയത്തില്ല, രോഗത്തിൻ്റെ പേര് കുറ്റക്കാരനാണെന്ന് തന്നെ പറയും. ഇനി അവളങ്ങനെ പറയും എന്നൊരു പ്രതീക്ഷയിൽ ഞാൻ എങ്ങനെ ഇരിക്കും? ഞാൻ അവളുടെ അച്ഛനല്ലേ, ഞാനൊരു പൊട്ടനാണോ എന്ന് ബാലേന്ദ്രൻ ഭയങ്കര സങ്കടത്തോടെ പറയാണ്. എനിക്ക് അവനെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്യണ്ടേ? അവരാണെങ്കിൽ സത്യം പറയും എന്നൊരു പ്രതീക്ഷയിൽ ഇരിക്കാൻ പറ്റുമോ? ആ കുട്ടി വന്ന് സത്യം പറയത്തില്ല, കാരണം എല്ലാവരും അതിനെ നിർബന്ധിക്കും കള്ളം പറയാൻ. അപ്പം അത് കള്ളം മാത്രമേ വന്ന് കോടതി പറയത്തുള്ളൂ എന്ന് ബാലേന്ദ്രൻ തറപ്പിച്ച് പറയാണ്. അലീന പറയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വെച്ചാൽ, ഇനി എന്നെ ആ വീട്ടിൽ കയറ്റത്തില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. ഇന്ന് പഞ്ചായത്ത് മെമ്പറും എല്ലാവരും കൂടെ വന്ന് എന്നെ ആ വീട്ടിൽ ഇനി കയറ്റില്ലെന്ന് തന്നെ തീരുമാനിച്ചേക്കുന്നത്. ബാലേന്ദ്രൻ പറയാണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് എൻ്റെ മോനെ കുറ്റക്കാരനാക്കാൻ നോക്കുവാണ്, എന്തെങ്കിലും ചെയ്യാൻ ഇനി കഴിയുമോ എനിക്കറിയത്തില്ല എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ ആകപ്പാട് ടെൻഷനായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബാലേന്ദ്രൻ അലീൻ്റെ അടുത്തെന്ന് പറയണേ, നിനക്ക് അന്നറിയാവുന്ന രേവതിക്കുട്ടിക്ക് അറിയാവുന്ന ഒരു DYSP ഉണ്ടല്ലോ, അയാളോട് നമുക്ക് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ? അപ്പം അലീന പറയാണ്, നമ്മൾ പോലീസിനോട് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് എന്താ വെച്ചാൽ കാര്യം, ശരണ്യ വന്ന് കോടതിയിൽ വന്ന് സത്യം പറഞ്ഞാലല്ലേ എന്തെങ്കിലും കാര്യം നടക്കത്തുള്ളൂ. അപ്പം ബാലേന്ദ്രൻ പറയാണ്, എന്തായാലും ആ വഴിയും കൂടെ നിനക്ക് പറ്റുമെങ്കിൽ നീ ഒന്ന് ശ്രമിക്കാൻ പറയാണ് എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ ഭയങ്കര സങ്കടത്തോടെ അങ്ങ് പോവുകയാണ്. അപ്പം കൃഷ്ണമോള് അലീൻ്റെ അടുത്ത് പറയാണ്, ചേച്ചി ഇനി രോഹിയേട്ടനെ പുറത്തിറക്കാൻ പറ്റത്തില്ലയോ, അവർ കള്ളമൊഴി കൊടുത്ത് രോഹിയേട്ടനകത്താക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അലീന പറയാണ്, മോള് വിഷമിക്കേണ്ട, എന്തെങ്കിലും ഒരു വഴി ദൈവം നമുക്ക് കണ്ടെത്തി തരും എന്ന് പറയാണ്. അങ്ങനെ ഇതിന് ശേഷം അലീനയാണെങ്കിൽ രേവതിക്കുട്ടിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് രമ്യയ്ക്ക് അറിയാവുന്ന ആ ഒരു അങ്കിളുണ്ടല്ലോ, അന്ന് എന്നെ സഹായിച്ച DYSP, അദ്ദേഹത്തിനോട് സത്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയാണ്, ചേച്ചി പറയുന്ന ആ ഐഡിയ കൊള്ളാം, സത്യങ്ങളൊക്കെ ോട് പറഞ്ഞ് ആ അങ്കിള് സത്യത്തിൻ്റെ സൈഡിലേ നിൽക്കത്തുള്ളൂ, നമുക്ക് എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാം ചേച്ചി എന്ന് രേവതിക്കുട്ടി പറയാണ്. അപ്പം ഞാൻ എന്തായാലും ആൻറ്റി അടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ, ആൻറ്റി വഴി നമുക്ക് അങ്കിളിനോട് കാര്യങ്ങളൊക്കെ അറിയിക്കാം എന്ന് പറയാണ്. അങ്ങനെ അലീനയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും രേവതിക്കുട്ടിയോട് പറയാണ്. അപ്പോൾ രേവതിക്കുട്ടി ഇതെല്ലാം ഗ്രേസിയമ്മ എടുത്ത് പറയാണ്. ഗ്രേസിയമ്മ ഇതൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുക, എൻ്റെ മോളെ ഒരു തെറ്റ് ചെയ്യാത്ത ഒരുത്തനെ ശിക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാപമാണ്, അതും ഇങ്ങനെയുള്ളൊരു കേസിൽ. നോക്കട്ടെ, ഞാൻ എന്തായാലും അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം. ആ കൊച്ച് നല്ലൊരു കൊച്ചാണ്, അത് അതിൻ്റെ പപ്പയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. ആ സാറ് അന്ന് അലീനയെ സഹായിച്ച പോലെ ഇതിനെന്തെങ്കിലും ഒരു സഹായം ചെയ്യാതിരിക്കത്തില്ല എന്ന് ഗ്രേസിയമ്മ പറയാണ്. അങ്ങനെ ഗ്രേസിയമ്മ വഴി കാര്യങ്ങളൊക്കെ DYSP അറിയാണ്. അപ്പം ഇതറിയുമ്പോഴും DYSP പറയുന്നത്, എന്തുണ്ടെങ്കിലും ആ കുട്ടിയുടെ മൊഴി ആശ്രയിച്ചിരിക്കും കേസിൻ്റെ ഗതി മാറുന്നത്. രോഹിത് കുറ്റക്കാരനെന്ന് ആ കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കുട്ടിയുടെ മൊഴി മാറണമെന്ന് DYSP മോളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ DYSP അറിയുന്നുണ്ട്, അലീന ഗ്രേസിയമ്മ വഴി എല്ലാം അറിയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷയിൽ തന്നെ ഇരിക്കുകയാണ് അലീന. DYSP ആണെങ്കിൽ ശരണ്യയുടെ അച്ഛനെയും ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ അയാളാണെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിനെയും അതേപോലെ ശരണ്യയെ കാണാൻ വന്ന ആ പാർട്ടി പ്രവർത്തക ശ്രീകുമാരിയും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം വന്ന ഉടനെ ചോദിക്കുന്നുണ്ട്, സാർ എന്തിനാണ് ഞങ്ങളെ വിളിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പം
ഡിവൈസ് പറയാണ്, നിങ്ങളല്ലല്ലോ വിളിപ്പിച്ചത്, ഞാൻ ശരണ്യയുടെ അച്ഛനെ വിളിപ്പിച്ച്. എന്തിനാണ് വിളിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ ഇത്ര വെപ്രാളം? ഒന്ന് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഇത്ര വെപ്രാളം എന്താണെന്ന് ചോദിക്കുകയാണ്. അല്ല സാർ എന്തിനാണ് വിളിച്ചതെന്ന് ശരണ്യയുടെ അച്ഛൻ ചോദിക്കുകയാണ്. ഓ, നിങ്ങൾക്ക് ആകപ്പാടെ വിളിച്ചിരിക്കുകയല്ലയോ? നിങ്ങൾക്ക് സത്യം നിങ്ങളുടെ മോടെ വായിൽ നിന്ന് പുറത്തറിഞ്ഞു. ഇനി അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയാണോ ഇത്രയും വെപ്രാളോ വെകിളി എന്ന് ചോദിക്കുകയാണ് ശരണ്യയുടെ അച്ഛൻ്റെ അടുത്ത്. അപ്പോഴത്തേക്ക് അത് കേൾക്കുമ്പോഴത്തേക്ക് ശരണ്യയുടെ അച്ഛൻ തല കുനിക്കുകയാണ്. സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ശ്രീകുമാരിയും അതുപോലെ പഞ്ചായത്ത് മെമ്പറും ചോദിക്കുകയാണ്. എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാര്യം? നിങ്ങളുടെ പറയുന്ന അതിജീവിതം ഉണ്ടല്ലോ, ഇതാണ്ടേ ഇയാളുടെ മകൾ ശരണ്യ, ആ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടെന്നും ആ കുട്ടിയുടെ ഈ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പക്ഷേ അതിൽ ആ കുട്ടി പറഞ്ഞ 4 പേരിൽ ഒരാൾ കുറ്റക്കാരനല്ലെന്ന് ഞങ്ങൾക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷേ നിങ്ങളത് ആ 4 പേരെ തന്നെ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ശ്രീകുമാരി ചോദിക്കുകയാണ്, സാർ എന്തൊക്കെയാണ് പറയുന്നത്? സാറ് അന്ന് ശരണ്യ പറഞ്ഞായിരുന്നല്ലോ 4 പേരാണെന്ന്. അപ്പം ഡിവൈസ് പറയാണ്, ഇനി എന്നോട് കൂടുതൽ കള്ളത്തരം പറയാനൊന്നും നിങ്ങൾ നിൽക്കണ്ട. ആ കുട്ടി അന്ന് 3 പേരുടെ പേര് പറയാമെന്ന് വിചാരിച്ചപ്പം നിങ്ങളല്ലേ ആ രോഗത്തിനെയും കൂടെ ഇതിനകത്ത് അകപ്പെടുത്തിയത്. പിന്നെ ഇപ്പം നിങ്ങളുടെ ഈ വെപ്രാളം, നിങ്ങളുടെ ശരണ്യയുടെ വായിൽ നിന്ന് ഈ സത്യം പുറത്തു പോയി. അത് കാരണം ഇനി മറ്റുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊരു ഭയമാണ്. ആ ഭയം ശരണ്യയുടെ അച്ഛൻ്റെ മുഖത്ത് വ്യക്തമായിട്ട് കാണാം എന്ന് പറയാണ്. അപ്പം സാറെന്തോ അവർക്ക് വേണ്ടിയാണോ വാദിക്കുന്നത്? സാറെന്താ ഇങ്ങനെ പറയുന്നത്? അതിജീവിതരോടല്ലേ പോലീസ് നിൽക്കണ്ടേ എന്നൊക്കെ ശ്രീകുമാരി പറഞ്ഞ് വാദിക്കുകയാണ്. അപ്പം പോലീസ് പറയാണ്, ഡിവൈസ് പറയാണ്, അതൊക്കെ തന്നെ ഞങ്ങൾ അതിജീവിയുടെ കൂടെ തന്നെയാണ്. എന്നാൽ ഒരു നിരപരാധിയെ തെറ്റുകാരനാണെന്ന് ചിത്രീകരിച്ച് ഈ ലോകം മൊത്തവും അയാൾക്ക് നേരെ കല്ലെറിയുന്നത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അതാണ്ട് ഈ ശരണ്യയുടെ അച്ഛൻ്റെ മുഖത്ത് തന്നെ സത്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ആ രോഹിത് കുറ്റക്കാരനല്ലെന്ന്. പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് ആ കുട്ടിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നെങ്കിൽ പറയിപ്പിച്ചോ, നിരപരാധിയെ കുരിശി കയറ്റുന്നെങ്കിൽ കുരിശി കയറ്റിക്കോളാൻ പറയുകയാണ് DYSP. അപ്പം DYSPക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമായി. ആ രോഹിത് നിരപരാധിയാണെന്നുള്ള കാര്യം പോലീസിന് കൃത്യമായി അറിയാമെന്ന് വന്ന പഞ്ചായത്ത് മെമ്പറിനും ശ്രീകുമാരിക്കും അതേപോലെ ശരണ്യയുടെ അച്ഛനും ബോധ്യമാവുകയാണ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം, അതിജീവിതയുടെ മൊഴി പോലിരിക്കും ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കും. പക്ഷേ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ പറയുന്നതൊന്നും അല്ല സത്യമെങ്കിൽ കഥ മാറുമെന്ന് DYSP പറയുകയാണ്. അപ്പം ശ്രീകുമാരി പറയാണ്, സാർ എന്താ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുവാണോ? ഒരിക്കലുമല്ല, ഞങ്ങളെപ്പോഴും ആ കുട്ടിയുടെ സൈഡ് തന്നെയാണ്. പക്ഷേ സത്യം എന്ന് മാത്രമേ വിജയിക്കാവൂ എന്ന് പോലീസ് പറയുകയാണ്. അവർ സംസാരിച്ചിട്ട് ശരണ്യയുടെ അച്ഛനും അവരെല്ലാവരും പോവുകയാണ്. അപ്പം കാര്യങ്ങളൊക്കെ DYSPക്ക് മനസ്സിലായിട്ടുണ്ട്.